പ്രിയമുള്ളവരെ, IPL ടീമിൻ്റെ കിരീടം നേടിയ ബാംഗ്ലൂർ ചലഞ്ചേഴ്സിന് 2 ദിവസം മുമ്പ് ബാംഗ്ലൂർ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ നടത്തിയ സ്വീകരണ പരിപാടിയിൽ 9 പേരോളം ആൾക്കൂട്ടത്തിരക്കിനിടയിൽ 11 പേർ കൊല്ലപ്പെടുകയും 30ഓളം പേർക്ക് ഗുരുതരമായ പരിക്കേൽക്കുകയും ഇനിയും ഒരുപക്ഷെ മരണസംഖ്യ കൂടാനും സാധ്യതയുണ്ട്. ഇത്തരം ദുരന്തങ്ങൾ നമ്മുടെ രാജ്യത്ത് ആവർത്തിക്കുന്ന ആദ്യമായിട്ടൊന്നുമല്ല. ഈ ദുരന്തങ്ങൾ ആവർത്തിച്ച് ഈ ദുരന്തത്തിൻ്റെ ഞെട്ടലിലാണ് നമ്മുടെ ലോകവും ഇന്ത്യയും, എസ്പെഷ്യലി കേരളവും എല്ലാം. പക്ഷേ എന്തുകൊണ്ട് ഈ ദുരന്തങ്ങൾ ആവർത്തിക്കുന്നു? എന്നും നമ്മുടെ രാജ്യത്ത് ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. ഓരോ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോഴും അതിനെക്കുറിച്ച് സാമൂഹ്യ ബുദ്ധിജീവികളും ഭരണ സംവിധാനങ്ങളും സംഘാടകരുമൊക്കെ കുലങ്കുഷമായ ചർച്ചകൾ നടത്തുന്നു. അതിനുശേഷം 1-2 ആഴ്ചകൾക്ക് അല്ലെങ്കിൽ മാസങ്ങൾക്ക് ശേഷം അത് കെട്ടടങ്ങുന്നു, നഷ്ടപരിഹാരങ്ങൾ നൽകുന്നു, അന്വേഷണം നടക്കുന്നു. അത് കെട്ടടങ്ങിയ ശേഷം അടുത്ത ദുരന്തമുണ്ടാകുമ്പോൾ വീണ്ടും ചർച്ചകൾ നടക്കുന്നു. അതും നഷ്ടപരിഹാരം നൽകിയും ചർച്ചകൾ അവസാനിപ്പിച്ചും വീണ്ടും മാസങ്ങൾ കഴിയുമ്പോൾ വീണ്ടും ഈ ദുരന്തങ്ങൾ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. നമ്മുടെ നാട്ടിൽ, നമ്മുടെ രാജ്യത്ത് ഇത്തരം ആൾക്കൂട്ട പരിപാടികൾ, അതായത് കുംഭമേളകൾ, തീർത്ഥാടന കേന്ദ്രങ്ങളിൽ, അതുപോലെ തന്നെ ഇത്തരം സെലിബ്രിറ്റികളുടെ പരിപാടികളിൽ, തിക്കിലും തിരക്കിലും പെട്ട് ട്രെയിൻ അപകടങ്ങളിൽ കൊല്ലപ്പെടുന്നവരുടെ സംഖ്യ വർഷം തോറും വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്തുകൊണ്ടാണിത് സംഭവിക്കുന്നത്? നമ്മുടെ രാജ്യത്ത് ഇത്തരം പരിപാടികൾ നിയന്ത്രിക്കുന്നതിനുള്ള സംഘാടകരുടെയോ ഭരണ സംവിധാനങ്ങളുടെയോ നിഷ്ക്രിയത്വം എന്നതിലപ്പുറം മറ്റ് യാതൊന്നും ഇതിന് പറയാനില്ല. എന്നാൽ ജനങ്ങൾക്കും അതിന് താല്പര്യമില്ലെന്ന് മാത്രമല്ല, ജനങ്ങളുടെ അവബോധത്തെക്കുറിച്ച് അറിയണമെങ്കിൽ ഞാനൊരു ഉദാഹരണം പറയാം. ഞാനൊരു 40-45 വർഷങ്ങൾക്ക് മുമ്പ് ബാംഗ്ലൂരിൽ സ്ഥിരമായി പോയി വരാറുണ്ടായിരുന്നു. അന്നൊക്കെ സിനിമാ തിയേറ്ററുകളിൽ സിനിമയ്ക്ക് കയറുമ്പോൾ അവിടെ MGR, ശിവാജി ഗണേശൻ, കമലഹാസൻ, രജനീകാന്ത് തുടങ്ങിയ പ്രതിഭകൾ ഒരു ബൈക്കിലോ കാറിലോ ഒക്കെ വന്നിറങ്ങി വെള്ളിത്തിരയിൽ ഇടിച്ചു നിരത്തുമ്പോൾ, ഗുണ്ടകളെ ഇടിച്ചു നിരത്തുമ്പോൾ ഈ തമിഴ് ജനങ്ങളെല്ലാം ആർത്തട്ടഹസിച്ച് വിളിക്കുകയും സ്ത്രീജനങ്ങളൊക്കെ തലയിലിരിക്കുന്ന പൂവാരി ഇതറുകയും ചൂളമടിച്ചും അണിവരെയൊക്കെ വരവേൽക്കുന്നത്. ഈ സിനിമാ നടന്മാരുടെ അന്ധമായ ആരാധനയായിരുന്നു തമിഴ്നാട്, കർണാടക, അതുപോലെ ഇന്ത്യ രാജ്യം മുഴുവനും തന്നെ പറയേണ്ടിയിരിക്കുന്നു. പിൽക്കാലത്ത് MGR മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ, തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ വൃക്ക സംബന്ധമായ ആശുപത്രിയിൽ കിടന്ന സമയത്ത് ഡസൻ കണക്കിന് ആളുകളാണ് മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തി ആത്മഹത്യ ചെയ്തത്. അതിനുശേഷം അദ്ദേഹം ജീവനോടെ തിരിച്ചു വന്ന് വീണ്ടും മുഖ്യമന്ത്രിയായി. എത്രയോ വർഷങ്ങൾ ഇരുന്നതിന് ശേഷമാണ് മരിച്ചത്. ഇതൊക്കെ കഴിഞ്ഞ് പിൽക്കാലത്ത് കമലഹാസൻ കേരളത്തിൽ വന്നപ്പോൾ ഒരു പത്രപ്രവർത്തകൻ ചോദിച്ചു, തമിഴ്നാട്ടിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണെന്ന്. കമലഹാസൻ പറഞ്ഞ്, നിങ്ങൾ കേരളത്തിൽ ധാരാളം സ്കൂളുകളുണ്ട്, ഞങ്ങളുടെ നാട്ടിൽ സിനിമാ തിയേറ്ററുകളാണുള്ളത്, അതുകൊണ്ടാണ് സംഭവിക്കുന്നത്. അതിനർത്ഥം ആ ജനതയ്ക്ക് വേണ്ടത്ര വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്തതുകൊണ്ട് അത് സംഭവിക്കുന്നു എന്നാണ് പറഞ്ഞതിനർത്ഥം. ഒരർത്ഥത്തിൽ അത് ശരി തന്നെയാണ്. കേരളത്തിൽ ഇത്തരത്തിലുള്ള ഒരു അപകടം സംഭവിക്കുമോ? അവിടെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ ഏതാണ്ട് 40,000-ഓളം പേർക്ക് ടിക്കറ്റ് കൊടുക്കേണ്ടിടത്ത് ഫ്രീ ടിക്കറ്റ് പ്രഖ്യാപിക്കുകയോ അല്ലാതെയോ 2 ലക്ഷത്തോളം പേരാണ് അവിടെ ഓടിയെത്തിയത്. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ഏതാണ്ട് 1 കോടിയിൽ പരം ആളുകൾ ബാംഗ്ലൂർ സിറ്റിയിൽ തന്നെ അധിവസിക്കുന്നുണ്ട്. അതിൽ 2% പേരാണ് അവിടെ എത്തുന്നത്. എന്തിനാണ് എത്തിയത്? ആവേശം കൊണ്ടാണ് വരുന്നത്. എല്ലാ മനുഷ്യർക്കും ഈ സെലിബ്രിറ്റികളെ കണ്ട് ആഘോഷം, അമിതാവേശം. എല്ലാവർക്കും ആവേശമുണ്ട് സിനിമ കാണുന്നതിലും
അല്ലെങ്കിൽ ക്രിക്കറ്റിലും ഫുട്ബോളിലും നമ്മളൊക്കെ ആവേശം കൊള്ളുന്നവരാണ്. അത് നേരിട്ട് കണ്ടും അല്ലെങ്കിൽ ടി വിയിലൂടെയും മറ്റ് ദൃശ്യമാധ്യമങ്ങളിലൂടെയും കണ്ട് നമ്മളുടെ സായുജ്യമടയാൻ നമുക്ക് കഴിയുന്നുണ്ട്. നമ്മളെല്ലാവരും തന്നെ അത്തരം ആളുകളുമാണ്. പക്ഷേ അതിലുപരി ഈ 2% വരുന്ന ചെറുപ്പക്കാരായ ജനക്കൂട്ടത്തിന് എന്തുകൊണ്ട് ഇതിന് കഴിയാതെ വരുന്നു? ഈ സെലിബ്രിറ്റികൾ വൻപിച്ച പരസ്യം കൊടുത്തവരുടെ പണം വർദ്ധിപ്പിക്കാൻ കോടീശ്വരന്മാരായ ഇവർ, നമ്മൾ ജനങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്, കോടീശ്വരന്മാരായ ഇവരുടെ പണം ഇനിയും വർദ്ധിപ്പിക്കാനും അവരുടെ പ്രശസ്തിക്കും വേണ്ടി ഈ പാതിവില തട്ടിപ്പ് പോലെ നടത്തുന്ന ഒരു തട്ടിപ്പാണിതെന്ന് നമ്മുടെ ചെറുപ്പക്കാർക്ക് മനസ്സിലാക്കാനുള്ള സംവേദനശേഷി അല്ലെങ്കിൽ സെൻസിറ്റിവിറ്റി, അതിനുള്ള വിവേകം, അവയർനെസ് ഇതൊന്നുമില്ലാത്തത് കൊണ്ട് തന്നെയാണ് നമ്മുടെ യുവതലമുറ ഇതിനു വേണ്ടി ഇവരെ പിറകെ ഓടുന്നത്. ഈ ജനങ്ങളെ ഇവരെ, ഈ സെലിബ്രിറ്റികളെ, ഈ സിനിമാ താരങ്ങളെയും ക്രിക്കറ്റ് താരങ്ങളെയും ഫുട്ബോൾ താരങ്ങളെയും ഒക്കെ നമ്മൾ ആരാധിക്കുന്നത് കൊണ്ട് അവരിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും നേട്ടമുണ്ടാകുമോ? നമ്മുടെ സമയവും സമ്പത്തും നഷ്ടപ്പെടും. ഞാൻ പറഞ്ഞത് 2% മനുഷ്യർ മാത്രമേ പോയിട്ടുള്ളൂ. 98% പേരെന്തുകൊണ്ട് പോയില്ല? അവർ പോകാതെ അവർക്ക് അവരുടേതായ ജോലികളും തിരക്കുകളും അവരുടെ ജീവിതമാണ് അവരുടെ പ്രശ്നം. പക്ഷേ 2% പേര് അമിതാവേശക്കാരാണ്. അംബീഷൻസ്, ആവേശം അത്യുന്നതിയിലെത്തി ഈ പോകുന്നവരുടെ ജീവിതം, നിങ്ങൾ ആ പോകുന്നവരെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇവർ വിചാരിച്ചാലും ഇതുപോലെ സെലിബ്രിറ്റികളാകാൻ കഴിയും. നിത്യാഭ്യാസി ആനയെടുക്കുമെന്ന് പറഞ്ഞതുപോലെ തന്നെ നിത്യമായി തൊഴിൽ ചെയ്താൽ, നിത്യമായി പരിശീലിച്ചാൽ ഏതൊരു മനുഷ്യനും അവൻ്റേതായ ജീവിത വിജയങ്ങളിൽ എത്തിച്ചേരാൻ കഴിയും. പക്ഷേ ആ ബോധമില്ലാത്ത, ആ സെൽഫ് കോൺഫിഡൻസ് ഇല്ലാത്ത മനുഷ്യരാണ് ഇക്കൂട്ടത്തിലേക്ക് പോകുന്നത്. അവർക്ക് സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാക്കി കൊടുക്കുകയും അതുപോലെ തന്നെ അവർക്ക് വിജയിക്കാനുള്ള, ജീവിത വിജയം നേടുന്നുള്ള പരിശീലനങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുകയാണ് നമ്മുടെ ഭരണ സംവിധാനങ്ങൾക്ക് ചെയ്യാനുള്ളത്. അതുപോലെ തന്നെ ഈ അതിപ്രശസ്തിക്ക് വേണ്ടി പാഞ്ഞു നടക്കുന്ന ഈ സെലിബ്രിറ്റികളെയും ഇവരുടെ പരസ്യങ്ങളെയും ഇത്തരം പരിപാടികളെ നിയന്ത്രിക്കേണ്ടത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്. ഇങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ നമുക്ക് ഇത്തരം ദുരന്തങ്ങൾ ഈ ഇന്ത്യ രാജ്യത്ത് നിന്ന് തുടച്ചു നീക്കാൻ കഴിയുകയുള്ളൂ. അമിതാവേശവും അമിത വികാരവും അമിതമായ എല്ലാവിധ സംയമനമില്ലാത്ത പ്രവൃത്തികളും അവസാനിപ്പിക്കുന്ന ഒരു സംവിധാനമാണ് നമുക്ക് ആവശ്യം. അല്ലാതെ നമുക്ക് ഈ ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കാനോ ദുരന്തങ്ങൾ ഒഴിവാക്കാനോ സാധ്യമല്ലാത്തത് കൊണ്ട് ഇങ്ങനെ ഒരു സംവിധാനം നമുക്കുണ്ടാക്കണമെന്നും ജനങ്ങൾ അതിനോട് സഹകരിക്കണമെന്നും ജനങ്ങൾ സംവേദനക്ഷമതയുള്ളവരാകണമെന്നും ബോധവാന്മാരാകണമെന്നും ഈ സെലിബ്രിറ്റികളുടെ പിന്നാലെ അലയരുതെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് അത്തരമൊരു സംവിധാനത്തിന് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. ഗുഡ് ബൈ.